ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആളിയാർ ടു പറമ്പിക്കുളം റോഡിലേക്കാണ്. അപ്പോൾ യാത്ര തുടങ്ങി. നല്ല വെയിലാണ്. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് ഒരു 12:30 മണിയായി സമയം. ഇരുവശങ്ങളിലും പുളി മരങ്ങളാണ്. നാടൻ പുളി മരം, വാളംപുളി എന്നും പറയുന്നത്. അത് കഴിഞ്ഞ് വണ്ടി ഇരുത്തിക്ക് നിർത്തി ഒരു സൈഡിൽ നിർത്തി അവിടുന്ന് പനനൊങ്കും കഴിക്കുക. പനനൊങ്കിൻ്റെ അപ്പുറം ഈ കള്ളുണ്ട്, പനനൊങ്ക് കള്ളു. ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം അത് കഴിക്കുക. അണ്ണൻ്റെ പേര് രാമമൂർത്തി, പളനിയാ സ്വദേശം. അങ്ങനെ പനനൊങ്ക് വാങ്ങി നല്ല ചൂടാണ്. രണ്ട് പനനൊങ്ക് എടുത്തേക്ക്. റോട്ടുമ്പത്ത് നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. പിന്നെ ഈ പുളിത്തണലായതിനെ കൊണ്ട് അത്ര ചൂടില്ല. ഇനി ആണ് അയാൾ പറയുന്നത് ഈ പറയുന്നിടത്തെ കള്ളാന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി മുൻപോട്ട് പോയപ്പോൾ വേറെ കാഴ്ചകളാണ് കണ്ടത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ ഓലം മെടയുന്നതാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിർത്തി ഓല മെടയുന്ന ഒന്ന് കണ്ടു. ഒരു സെറ്റ് മടഞ്ഞ ഓലയ്ക്ക് വില 50 രൂപ. കണ്ട, ഇത് അതിനായിട്ടുള്ള ഷെഡുകളാണ്. ഓലമടയുന്ന ആൾക്കാർ താമസിക്കുന്ന ഷെഡുകൾ. അതൊക്കെ നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ തന്നെ ഓല കെട്ടി വെച്ചാണല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് കണ്ടോ, എല്ലാ പുളിമരത്തിൻ്റെ അരികിൽ ഇങ്ങനെ ഓല മടഞ്ഞ് വെക്കുക. വില പേശി കഴിഞ്ഞാൽ കുറച്ച് കാശൊക്കെ കുറച്ച് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയ കാഴ്ച വേറെ കണ്ട് ആട്. ഇയാളെ പേര് സാമിവേലു എന്നാണ്. അയാൾ ഈ ചെമ്മരിയാടാത്. അപ്പോൾ ഇത് നൂലിന് വേണ്ടിയിട്ടാണ് അയാൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്, വളർത്തുന്നത് ഈ ആടിന്. പിന്നെ അതെല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചനേരം നല്ല വിശപ്പ് ഹോട്ടൽ ന്യൂ അരുൾ ജ്യോതി പോയി. അതിൻ്റെ അകത്ത് കയറി ഇപ്പോൾ സമയം 2 മണി. 2 ചിക്കൻ ബിരിയാണി വാങ്ങി. 2 ചിക്കൻ ബിരിയാണി, ഒരു നാട്ടുകോഴിക്കറിയും. അത്ര റേറ്റില്ല. 2 ചിക്കൻ ബിരിയാണിക്ക് തന്നെ 250 രൂപയായിട്ടേ ഉള്ളൂ. നാട്ടുകോഴിക്കറി എല്ലാം കൂടി ഒരു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.